പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 31 ശനി. പ്രധാന വാർത്തകൾ. ഒമാനിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ച 6 എത്യോപ്യൻ പൗരന്മാരെ സഹായിച്ച സംഭവത്തിൽ പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സിറിയൻ പൗരനെയാണ് തെക്കൻ പാത്തിന പോലീസ് കമാൻഡ് പിടികൂടിയത്. ഇയാൾക്ക് നേരത്തെയും നുഴഞ്ഞുകയറ്റക്കാരെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതിക്കെതിരെ നിയമ നടപടി പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. കൊടും ചൂടിൽ നിന്നും തൊഴിലാളികൾക്ക് സംരക്ഷണമൊരുക്കാൻ നാളെ മുതൽ മധ്യാഹ്ന വിശ്രമം പ്രാബല്യത്തിൽ വരും. ഉയർന്ന താപനില രേഖപ്പെടുത്താറുള്ള സമയമാണ് വിശ്രമത്തിനായി അനുവദിച്ചത്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം. 3 മണിക്കൂർ ഇടവേള പുറം ജോലിക്കാരായ തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസകരമാകും. ഈ സമയത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിക്കുന്നത് തൊഴിലാളികളോടുള്ള അവകാശ ലംഘനമാണെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു. 100 റിയാൽ മുതൽ 500 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത്. 1 വർഷത്തിൽ കൂടുതൽ തടവും ഇതിന് ശിക്ഷയുണ്ട്. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴയും ഇരട്ടിയാകും. തൊഴിലാളികൾക്ക് വിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാത്ത കമ്പനികൾക്കെതിരെയും നടപടി സ്വീകരിക്കും. തൊഴിൽ സമയങ്ങളിൽ ശരീരത്തിലെ ജലാംശം കുറയുന്നത് ഒഴിവാക്കാൻ വെള്ളം വിതരണം ചെയ്യണമെന്ന നിർദ്ദേശം കർശനമാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചൂട് ശക്തമായ സാഹചര്യത്തിൽ സർക്കാർ നടത്തിയ പ്രഖ്യാപനം മലയാളികൾ അടക്കമുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് വലിയൊരു ആശ്വാസമാകും. കഴിഞ്ഞ വർഷങ്ങളിൽ തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കാതിരിക്കുകയും വിശ്രമ സൗകര്യം ഉറപ്പുവരുത്താതിരിക്കുകയും ചെയ്ത കമ്പനികൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചിരുന്നു. പ്രത്യേകം പരിശോധനാ സംഘത്തെയും എല്ലാ വർഷവും നിയോഗിക്കാറുണ്ട്. നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന സ്ഥലങ്ങളിൽ തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ബോധവൽക്കരണം നൽകുകയും ചെയ്യും. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് നിരവധി സ്ഥലങ്ങളിൽ ഉയർന്ന താപനിലയായി 43 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു. ദുബൈ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അടിയന്തരമായി മസ്കത്തിൽ ഇറക്കി. ദുബൈയിൽ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പുറപ്പെട്ട IX-436 വിമാനമാണ് പറന്നുയർന്ന് 1 മണിക്കൂറിന് ശേഷം മസ്കത്ത് വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്തിയത്. 200ഓളം യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. സാങ്കേതിക തകരാറാണ് തിരിച്ചിറക്കാൻ കാരണമെന്നാണ് യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത്. ആദ്യം 2 മണിക്കൂറോളം യാത്രക്കാർ മസ്കത്തിൽ വിമാനത്തിനുള്ളിലായിരുന്നു. കൃത്യമായ മറുപടി നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നും യാത്രക്കാർ പറഞ്ഞു. ഒടുവിൽ ബഹളം വെച്ചതോടെ 3 മണിക്കൂറിന് ശേഷം മുഴുവൻ പേരെയും പുറത്തിറക്കി ഹോട്ടലിന്റെ ലോഞ്ചിലേക്ക് മാറ്റി. ഇവർക്ക് ഭക്ഷണം ലഭ്യമാക്കുകയും ചെയ്തു. എന്നാൽ വിമാനത്തിനുള്ളിൽ ഭക്ഷണങ്ങളോ വെള്ളമോ വിതരണം ചെയ്യാൻ അധികൃതർ തയ്യാറായില്ലെന്നും യാത്രക്കാർ ആരോപിച്ചു. സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന 100 കണക്കിന് യാത്രക്കാരാണ് മസ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ചികിത്സയ്ക്കും മറ്റും അടിയന്തരാവശ്യത്തിനും പുറപ്പെട്ടവരാണ്. വിമാനം അടിയന്തരമായി മസ്കത്തിൽ ഇറക്കിയതിനാൽ ഏറെ ദുരിതത്തിലായിരിക്കുന്നത്. വിമാനം മസ്കത്തിൽ നിന്ന് എപ്പോൾ കൊച്ചിയിലേക്ക് തിരിക്കുമെന്നത് സംബന്ധിച്ച് യാത്രക്കാർക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. ദോഫാർട്ട് ഗവർണറേറ്റിലെ താഖ വിലായത്തിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്തുന്നതിനായി തിരച്ചിൽ തുടരുന്നു. ഗോറോറി തീരത്ത് കഴിഞ്ഞ ദിവസമാണ് പൗരനെ മത്സ്യബന്ധനത്തിനിടെ ബോട്ട് മറിഞ്ഞ് കാണാതായത്. റോയൽ ഒമാൻ പോലീസ്, സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി, റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ പൗരന്മാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച മത്സ്യബന്ധനത്തിന് പോയ സഹോദരങ്ങൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് ഇരുവരും അപകടത്തിൽപ്പെടുകയായിരുന്നു. ശക്തമായ തിരമാലകളെ തുടർന്നാണ് ബോട്ട് മറിഞ്ഞതെന്നാണ് വിവരം. ഇതിൽ ഒരാൾക്ക് കരയിലേക്ക് നീന്തി രക്ഷപ്പെടാൻ സാധിച്ചുവെങ്കിലും രണ്ടാമത്തെയാൾ കടലിൽ അകപ്പെടുകയായിരുന്നു. രക്ഷപ്പെട്ടയാളെ താഖ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. തൃശൂർ ചാവക്കാട് സ്വദേശി സലാലയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഒരുമനയൂർ മാട് കറുപ്പൻ വീട്ടിൽ മുഹമ്മദ് ഹനീഫ 55 വയസ്സാണ് മരണപ്പെട്ടത്. തെങ്ങുകയറ്റ് ജോലിക്കാരനായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ അൽവാദിയിലെ ജോലിസ്ഥലത്ത് വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. റോയൽ ഒമാൻ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ച് മൃതദേഹം സുൽത്താൻ കാബൂസ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി.
25 വർഷത്തോളമായി ഹനീഫ സലാലയിൽ പ്രവാസിയായിരുന്നു. ഭാര്യ ആരിഫ, ഒരു മകളുമുണ്ട്. രാജ്യത്ത് താപനില കനത്തതോടെ പുറംജോലികളിൽ ഏർപ്പെടുന്നവർക്ക് ആശ്വാസമായി പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ച കുടിവെള്ള ഡിസ്പെൻസറുകൾ. അസഹ്യമായ ചൂട് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നിർമ്മാണ മേഖലയിലും ചെറിയ കടകളിലും ജോലി ചെയ്യുന്നവർക്കും കാൽനടക്കാർക്കും ദാഹശമനത്തിന് വെള്ളം കുടിക്കുന്നത് റോഡിന് അരികിലും വീടുകളിലെ മതിലിന് മുകളിലും പള്ളികളിലും ചില വ്യാപാര സ്ഥാപനങ്ങളിലും സ്ഥാപിച്ച തണുത്ത വെള്ളം ലഭിക്കുന്ന ചെറു ഫ്രിഡ്ജിൽ നിന്നാണ്. ലോഹനിർമ്മിതമായ ഫിൽട്ടർ അടക്കം ചെയ്ത 2-3 പൈപ്പുകൾ ഉള്ളതും ഒന്നിൽ ഒന്ന് തണുക്കാത്തതും മറ്റേതിൽ തണുത്ത വെള്ളവും ലഭിക്കുന്ന വെള്ള സംഭരണിയിൽ സദാസമയവും നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കും. ഇത് കാൽനടക്കാർക്കും സാധാരണക്കാർക്കും വലിയ ആശ്വാസമാകുകയാണ്. ഇബ്രി ഇന്ത്യൻ സ്കൂളിൽ നിന്നും 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഇൻകാസ് ഇബ്രിയുടെ ഇന്ദിര പ്രിയദർശിനി എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു. പ്രസിഡന്റ് ടി.എസ്. ഡാനിയേൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷിഹാബ് തട്ടരുകുറ്റിയിൽ സ്വാഗതം പറഞ്ഞു. ഇബ്രി ഇൻകാസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ താജു പ്രഭാത്, എൽതോ സുഭാഷ്, നവാസ് എബിൻ വനിതാ വിംഗ് അംഗങ്ങളും ചടങ്ങിന് നേതൃത്വം നൽകി. ചടങ്ങിൽ ട്രഷറർ വിനൂപ് വെണ്ട്രപ്പിള്ളി നന്ദി പറഞ്ഞു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ മയക്കുമരുന്നുമായി പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ പൗരനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് വലിയ തോതിൽ മരിച്ചാന കണ്ടുകെട്ടി പ്രതിക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ലിവ വിലായത്തിൽ ഫാക്ടറിയിൽ തീപിടുത്തം. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഫാക്ടറിയിലെ നിരവധി ഉപകരണങ്ങൾ കത്തിനശിച്ചു. നാശനഷ്ടം കണക്കാക്കുന്നു. നിരവധി തീപിടുത്തങ്ങളാണ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത്. ഒമാനിൽ നിന്നുള്ള ഹാജിമാരുടെ ആദ്യ സംഘത്തിന് മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൃദ്യമായ യാത്രയയപ്പൊരുക്കി ഒമാൻ എയർപോർട്ട്സ് അധികൃതർ. ഹാജിമാർക്ക് ആവശ്യമായ കിറ്റുകൾ വിതരണം ചെയ്തും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുമാണ് യാത്രയയപ്പ് നൽകിയത്. ഒമാനിൽ നിന്നുള്ള സ്വദേശികളും വിദേശികളുമായ ഹാജിമാരുടെ സംഘം മക്കയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ബസ് മാർഗം സൗദിയിലേക്ക് യാത്ര തിരിക്കുന്നവരുമുണ്ട്. ഒമാനിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്നവരിൽ 13,944 തീർത്ഥാടകർ നടപടികൾ പൂർത്തിയാക്കിയതായി ഒമാനി ഹജ്ജ് മിഷൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഈ വർഷം 14,000 ആണ് ഒമാന്റെ ഹജ്ജ് കോട്ട. ഇതിൽ 13,530 ഒമാനികളും 235 അറബ് താമസക്കാരും 235 അറബ് ഇതര താമസക്കാരും ആണെന്നും അധികൃതർ പറഞ്ഞു. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഒമാൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചു. പരിചയസമ്പന്നർക്കൊപ്പം പുതുമുഖങ്ങൾ കൂടി അണിനിരക്കുന്ന സ്ക്വാഡിനെയാണ് റഷീദ് ജാബിർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മസ്കത്തിൽ നടന്ന ആഭ്യന്തര ക്യാമ്പിലും നൈജീരിയക്കെതിരെയും ലെബനനെതിരെയും നടന്ന സൗഹൃദ മത്സരങ്ങളിലും മികച്ച പ്രകടനം പുറത്തെടുത്ത താരങ്ങളാണ് സ്ക്വാഡിൽ ഇടം നേടിയത്. ഗോൾ കീപ്പറായി ഫായിസ് അൽ റുഷൈദി, അഹമ്മദ് അൽ റവാഹി എന്നിവർക്കൊപ്പം പുതുമുഖ താരം അബ്ദുൽ മാലിക് അൽ ബാത്തിരിയും സ്ക്വാഡിൽ ഇടം നേടി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.